Hello students, welcome to another video of Basic Mechanical Engineering. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാർനോട്ട് സൈക്കിളായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യേണ്ടത്. സോ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കാണുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഇവിടെ നമുക്ക് 5 പ്രോസസ്സുകൾ ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തേത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, അതായത് ഐസോകോറിക് പ്രോസസ്. അവിടെ വോളിയം എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തേത് കോൺസ്റ്റന്റ് പ്രഷർ ഐസോബാറിക് പ്രോസസ്, അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ നെക്സ്റ്റ് പ്രോസസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്, അതായത് ഐസോ തെർമൽ പ്രോസസ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് വൺ അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ് എന്നുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത ഒരു പ്രോസസ്സാണ്. അവിടെയുള്ള ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രോസസ് പോളിട്രോപിക് പ്രോസസ്, അതിൽ പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഇക്വേഷൻ. ഇനി ഇവിടെ ഈ ഓരോ പ്രോസസ്സുകളുടെയും പി വി ടി റിലേഷൻ, വർക്ക് ഡൺ ഇക്വേഷൻ, ഹീറ്റിനുള്ള ഇക്വേഷൻ, എൻട്രോപ്പി ചേഞ്ചിനുള്ള ഇക്വേഷൻസ് എല്ലാം തന്നെ ഗിവൺ ആണ്. ആദ്യം നമുക്ക് പി വി ടി റിലേഷൻ ഇൻ കേസ് ഓഫ് കോൺസ്റ്റന്റ് വോളിയം ഐസോകോറിക് പ്രോസസ് നോക്കാം. P1/T1 ഈക്വൽ ടു P2/T2. ഇതിൽ 1 എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേറ്റിനെയും 2 എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റിനുമെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 1 ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, 2 ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ കോൺസ്റ്റന്റ് വോളിയത്തിൽ പി വി ടി റിലേഷൻ വരുന്നത് P1/T1 ഈക്വൽ ടു P2/T2 ആണ്. സെയിം രീതിയിൽ കോൺസ്റ്റന്റ് പ്രഷറിൻ്റെയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൻ്റെയും അഡയബാറ്റിക് പോളിട്രോപിക് പ്രോസസ്സുകളുടെയും പി വി ടി റിലേഷൻസ് ഗിവൺ ആണ്. സോ ഈ ഓരോ ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ ചിലതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും നിങ്ങൾ ഇതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. സെയിം രീതിയിൽ വർക്ക് ഡൺ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡൺ എന്നുള്ളത് 0 ആണ്. അതേസമയം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ P/V2 - V1. സെയിം രീതിയിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൻ്റെയും അഡയബാറ്റിക് പ്രോസസ്സിൻ്റെയും പോളിട്രോപിക് പ്രോസസ്സിൻ്റെയും വർക്ക് ഡണിനുള്ള ഇക്വേഷൻ ഗിവൺ ആണ്. സോ ഓരോ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ഹീറ്റിനുള്ള ഇക്വേഷൻ ആണ്. അതിനെ Q എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൻ്റെ ഹീറ്റിനുള്ള ഇക്വേഷൻ MCV T2 - T1 എന്നാണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ അത് MCP T2 - T1 എന്നാണ്. ഇതിൽ CVയും CPയും സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. ഇതിൽ CV എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, CP എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സെയിം രീതിയിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൻ്റെയും അഡയബാറ്റിക് പ്രോസസ്സിൻ്റെയും പോളിട്രോപിക് പ്രോസസ്സിൻ്റെയും ഹീറ്റിനുള്ള ഇക്വേഷൻസ് ഗിവൺ ആണ്. നെക്സ്റ്റ് വൺ എൻട്രോപ്പി ചേഞ്ചിനുള്ള ഇക്വേഷൻസ് ആണ്. അത് ഇത്രയുമുണ്ട്. ഇതിൽ നമ്മൾക്ക് കൂടുതലായിട്ടും ആവശ്യമുള്ളത് ഈ 3 ഇക്വേഷൻസ് ആണ്. അതായത് പി വി ടി റിലേഷൻ, വർക്ക്, ഹീറ്റ്. ഈ 3 ടേംസും ആണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം, എ കാർനോട്ട് എഞ്ചിൻ റിസീവ്സ് 450 kJ of heat per cycle from a high temperature reservoir at 320 degrees Celsius and rejects heat at a temperature of 25 degrees Celsius. Find the theoretical efficiency and amount of heat rejected to low temperature reservoir. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഇതിലുള്ള ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. അതിനു മുന്നേ ഈ കാണുന്നത് കാർനോട്ട് സൈക്കിളിൻ്റെ PV/TS ഡയഗ്രാംസ് ആണ്. ഈ 2 ഡയഗ്രവും നമ്മൾ കാർനോട്ട് സൈക്കിളിൻ്റെ തിയറി പോർഷനിൽ ഡിസ്ക്രൈബ് ചെയ്തതാണ്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. ഇനി നമുക്ക് ഓരോ സെൻറ്റൻസുകൾ വായിച്ച് ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. എ കാർനോട്ട് എഞ്ചിൻ റിസീവ്സ് 450 kJ of heat per cycle from a high temperature reservoir at 320 degrees Celsius. സോ ഈ ഒരു കാർനോട്ട് സൈക്കിളിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് 450 kJ ആണ്. ആ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് 320 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ ആദ്യം നമുക്ക് ഈ 2 ഡാറ്റയും എടുത്തെഴുതാം. ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു 450 kJ. അതേപോലെ ഈ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ 320 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ കാർനോട്ട് സൈക്കിളിൻ്റെ തിയറിയിൽ പറഞ്ഞതാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ എന്നുള്ളത് T1 അല്ലെങ്കിൽ T2 ആണ്. ഈ 2 ടെമ്പറേച്ചറും സെയിം ആണ്. T1 ഈക്വൽ ടു T2 ആണ്. ഈ ഒരു ടെമ്പറേച്ചറിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുക. സോ T1 ഈക്വൽ ടു 320 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 593 കെൽവിൻ. നെക്സ്റ്റ് സെൻറ്റൻസ്, ആൻഡ് റിജക്ട്സ് ഹീറ്റ് അറ്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്. സോ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് തന്നിരിക്കുന്നത് ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ ആണ്. ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T3 ഈക്വൽ ടു T4 ആണ്. ഈ ഒരു ടെമ്പറേച്ചറിലാണ്, അതായത് 3 to 4 പ്രോസസ്സിൻ്റെ സമയത്താണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. സോ T3 എന്നോ T4 എന്നോ ഈ ഒരു ടെമ്പറേച്ചറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് T3 ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 298 കെൽവിൻ. ഇനി നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തിയററ്റിക്കൽ എഫിഷ്യൻസിയും അതേപോലെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡുമാണ്. ആദ്യം നമുക്ക് തിയററ്റിക്കൽ എഫിഷ്യൻസി കണ്ടെത്താം, അതായത് കാർനോട്ട് എഫിഷ്യൻസി. സോ ആദ്യം നമ്മൾ കാർനോട്ട് എഫിഷ്യൻസിക്കുള്ള ഹെഡിങ് എഴുതി. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കാർനോട്ട് എഫിഷ്യൻസി ഈറ്റ കാർനോട്ട് ഈക്വൽ ടു 1 -
ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹയർ ടെമ്പറേച്ചർ. ഇവിടെ ലോവർ ടെമ്പറേച്ചർ എന്നുള്ളത് T3 ആണ്, ഹയർ ടെമ്പറേച്ചർ T1 ആണ്. സോ ഇക്വേഷൻ വരുന്നത് 1 മൈനസ് T3 ബൈ T1. വാല്യൂസ് രണ്ടും നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് 298 ഡിവൈഡഡ് ബൈ 593 ദാറ്റ് ഈസ് ഈക്വൽ ടു 49.75%. സോ ഈ രീതിയിൽ നമുക്ക് കാർനോട്ട് എഫിഷ്യൻസി വളരെ സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഹീറ്റ് റിജക്റ്റഡിൻ്റെ എമൗണ്ട് ആണ്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഹെഡിങ് എടുത്തെഴുതാം ഹീറ്റ് റിജക്റ്റഡ്. നമുക്ക് ഇതിനു വേണ്ടി അതായത് ഹീറ്റ് റിജക്റ്റഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ഈറ്റ കാർനോട്ട് എഫിഷ്യൻസിക്കുള്ള മറ്റൊരു ഇക്വേഷനാണ് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഇതിൽ ഹീറ്റ് സപ്ലൈഡ് എന്നുള്ളത് നമുക്ക് ഗിവൺ ആണ്, അതായത് 450 കിലോ ജൂൾ. അതേപോലെ കാർനോട്ട് എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതായത് 49.75. സോ ഈ രണ്ട് വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.4975. അതായത് പെർസെൻറ്റേജിലുള്ളതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. 0.4975 ഈക്വൽ ടു 450 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ 450. ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹീറ്റ് റിജക്റ്റഡിൻ്റെ വാല്യൂ കിട്ടുന്നത് 219.38 കിലോ ജൂൾ. സോ ഈ രീതിയിൽ ഈ പ്രോബ്ലത്തിലെ രണ്ട് ഡാറ്റയും അതായത് തിയറിറ്റിക്കൽ എഫിഷ്യൻസിയും ഹീറ്റ് റിജക്റ്റഡും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Second problem, a Carnot cycle works with adiabatic compression ratio of 5 and isothermal expansion ratio of 2. The volume of air at the beginning of isothermal expansion is 0.3 meter cube. If the maximum temperature and pressure is limited to 550 Kelvin and 21 bar, determine minimum temperature in the cycle, thermal efficiency of cycle, pressure at all salient points, take gamma equal to 1.4. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കാർനോട്ട് സൈക്കിളിൻ്റെ PV ഡയഗ്രവും TS ഡയഗ്രവും വരയ്ക്കാം. ഇനി ഈ ഒരു PV ഡയഗ്രത്തിലും TS ഡയഗ്രത്തിലുള്ള പ്രോസസ്സുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 1 to 2 ഐസോതെർമൽ എക്സ്പാൻഷൻ, 2 to 3 അഡയബാറ്റിക് എക്സ്പാൻഷൻ, 3 to 4 ഐസോതെർമൽ കംപ്രഷൻ, 4 to 1 അഡയബാറ്റിക് കംപ്രഷൻ. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റ ഓരോന്നായിട്ട് എടുത്തെഴുതാം. A Carnot cycle works with adiabatic compression ratio of 5. സോ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ ആണ്, അതിൻ്റെ വാല്യൂ 5 ആണ്. എന്താണ് അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ? നമ്മൾ ഓൾറെഡി ഇതിലുള്ള പ്രോസസ്സുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ 4 to 1 ആണ് അഡയബാറ്റിക് കംപ്രഷൻ. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഹയർ വോളിയം ഡിവൈഡഡ് ബൈ ലോവർ വോളിയം. ഇവിടെ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് 4 to 1 ആണ്. ഈ ഒരു 4 to 1 ഹയർ വോളിയം 4ലും അതേപോലെ ലോവർ വോളിയം 1ലുമാണ്. സോ V4 by V1 ആണ് 5 എന്നുള്ളത്. സോ V4 by V1 ഈക്വൽ ടു 5. നെക്സ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഓഫ് 2. ഇവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നുള്ളത് 1 to 2 ആണ്. സോ എക്സ്പാൻഷൻ റേഷ്യോയും കംപ്രഷൻ റേഷ്യോ പോലെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് എക്സ്പാൻഷൻ പ്രോസസ്സിലെ ഹയർ വോളിയം ഡിവൈഡഡ് ബൈ ലോവർ വോളിയം. 1 to 2 പ്രോസസ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിൽ ഹയർ വോളിയം 2ലും 1 എന്നുള്ളതിൽ ലോവർ വോളിയവുമാണ്. സോ V2 by V1 ആണ് എക്സ്പാൻഷൻ റേഷ്യോ. സോ V2 by V1 ഈക്വൽ ടു 2. Next one, the volume of air at the beginning of isothermal expansion is 0.3 meter cube. അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ തുടക്കത്തിലെ വോളിയം എന്നുള്ളത് 0.3 മീറ്റർ ക്യൂബ് ആണ്. ഇവിടെ 1 to 2 ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. സോ 1ലെ വോളിയം ആണ് ഗിവൺ ആയിട്ടുള്ളത്. സോ V1 ഈക്വൽ ടു 0.3 മീറ്റർ ക്യൂബ്. ഇഫ് ദി മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ലിമിറ്റഡ് ടു 550 Kelvin and 21 bar. സോ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലെ ഹയർ പ്രഷറും ഗിവൺ ആണ്. ഇതിൽ ഹയർ ടെമ്പറേച്ചർ എന്നുള്ളത് TS ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് T1 ആണ്. സോ T1 തന്നെയാണ് T2. നിങ്ങൾക്ക് T1 ഈക്വൽ ടു T2 ഈക്വൽ ടു 550 Kelvin എന്ന് എഴുതാം. അതേപോലെ ഹയർ പ്രഷർ നോക്കാനായിട്ട് PV ഡയഗ്രം നോക്കുക. ഇതിൽ ഹയർ പ്രഷർ വരുന്നത് 1ലാണ്. സോ P1 ഈക്വൽ ടു 21 ഇൻറ്റു 10⁵5. ഇവിടെ ഗിവൺ ആയിട്ടുള്ളത് 21 ബാർ ആണ്. ബാറിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റു 10⁵5. ഇനി ഈ ഒരു ചോദ്യത്തിൽ തന്നിട്ടുള്ള മറ്റൊരു ഡാറ്റ ഗാമയുടെ വാല്യൂ ആണ്. ഗാമ ഈക്വൽ ടു 1.4. ഇനി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ട ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത് മിനിമം ടെമ്പറേച്ചർ ഇൻ ദി സൈക്കിൾ. അതിനുവേണ്ടി നമ്മളിവിടെ 4 to 1 പ്രോസസ് കൺസിഡർ ചെയ്യാം. സോ ഫോർ ദി പ്രോസസ് 4 to 1 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 4 to 1 ഒരു കംപ്രഷൻ പ്രോസസ് ആണ്. സോ അവിടെയുള്ള ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് വരിക. T4 by T1 ഈക്വൽ ടു V1 by V4 ഓൾ റേസ് ടു ഗാമ മൈനസ് 1. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേയുള്ള കാർനോട്ട് സൈക്കിളിൻ്റെ തിയറി പോർഷനിൽ പറഞ്ഞതാണ്. അവിടെ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേ റിലേഷനാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക.
സോ T4/T1 ഈക്വൽ ടു V1/V4 ഓൾ റേസ് ടു ഗാമ മൈനസ് 1. സോ T4 നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്താം, T1 റൈറ്റ് സൈഡിലേക്ക് പോയി. സോ T1 ഇൻറ്റു V1/V4 ഓൾ റേസ് ടു ഗാമ മൈനസ് 1. ഇതിൽ T1 550 ആണ്. ഇനി V1/V4 തന്നിട്ടില്ല, പക്ഷേ V4/V1 നമുക്കറിയാം, അതായത് 5. V4/V1 ഈക്വൽ ടു 5. സോ അതിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 1/5 ഓൾ റേസ് ടു ഗാമ 1.4 ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതിൽ നിന്ന് നമുക്ക് മിനിമം ടെമ്പറേച്ചർ T4 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് 288.92 കെൽവിൻ. ഈ ടെമ്പറേച്ചർ എന്നുള്ളത് T3 തന്നെയാണ്, കാരണം T4ഉം T3യും സെയിം വാല്യൂ ആണ്. അത് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന്, അതായത് TS ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം, T3യും T4ഉം സെയിം വാല്യൂ ആണ്. സോ ഈ രീതിയിലാണ് മിനിമം ടെമ്പറേച്ചർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തെർമൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ, അതായത് കാർനോട്ട് എഫിഷ്യൻസി. കാർനോട്ട് എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ഇതാണ്, 1 മൈനസ് T3/T1. ഇതിൽ T3യും T1ഉം നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് 288.92 ഡിവൈഡഡ് ബൈ 550. അതിൽ നിന്നും കാർനോട്ട് എഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 47.47%. ഇനി നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രഷർ അറ്റ് ഓൾ സാലിയൻ പോയിന്റ്സ്. അതായത് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് 1ലെ പ്രഷർ മാത്രമേ ഗിവൺ ആയിട്ടുള്ളൂ, അതായത് 21 × 10⁵ പാസ്കൽ. ബാക്കിയുള്ള 3 പോയിന്റുകൾ, അതായത് 2, 3, 4, ഈ 3 പോയിന്റുകളിലെയും പ്രഷർ കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ആദ്യം നമുക്ക് P2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അതായത് 1 to 2 പ്രോസസ്സാണ്. ഫോർ ദി ഐസോതെർമൽ പ്രോസസ് 1 to 2 ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷൻ P1 V1 ഈക്വൽ ടു P2 V2 ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറയാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു ടേബിളിലേക്ക് വരിക. ഇതിൽ ഐസോതെർമൽ പ്രോസസ്സ് ഇടുക, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും P1 V1 ഈക്വൽ ടു P2 V2. ഇതിൽ 1 എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേറ്റും 2 എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റും ആണ്. സോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതായത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ P1 V1 ഈക്വൽ ടു P2 V2 ആണ്. സോ അതിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം, P1 V1 ഈക്വൽ ടു P2 V2. ഇവിടെ സഫിക്സ് 1 ആണ്, കാരണം ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. അതേസമയം ഫൈനൽ സ്റ്റേറ്റ് 2 തന്നെയാണ്. സോ P2 V2. ഇതിൽ നിന്ന് നമുക്ക് P2വിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം, P2 ഈക്വൽ ടു P1 V1 ഡിവൈഡഡ് ബൈ V2. ഇതിൽ P1 നമുക്കറിയാം, അത് 21 ആണ്. ഇനി V1/V2 ശ്രദ്ധിക്കുക, നമുക്ക് V2/V1 തന്നിട്ടുണ്ട്, V2/V1 തന്നിട്ടുണ്ട്, അത് 2 ആണ്. സോ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് V1/V2 1/2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നതാണ് 10.5 ബാർ. ഇതിൽ ബാറിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁵ ചെയ്യുക. സോ 10.5 × 10⁵ പാസ്കൽ. സോ ഈ രീതിയിലാണ് നമ്മൾ P2 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് P3 ആണ്. അതിന് നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് 2 to 3 എടുക്കുക. അതിനുള്ള ഇക്വേഷൻ P2 V2 റേസ് ടു ഗാമ ഈക്വൽ ടു P3 V3 റേസ് ടു ഗാമ. അതായത് ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് 2 ആണ്, ഫൈനൽ സ്റ്റേറ്റ് 3 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു ഇക്വേഷൻ നോക്കുക, അഡയബാറ്റിക് പ്രോസസ്. അതിൽ P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. ഇതിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് 1ഉം ഫൈനൽ സ്റ്റേറ്റ് 2 ആണ്. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ് 2 to 3 ആണ്. അതിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് 2ഉം ഫൈനൽ സ്റ്റേറ്റ് 3ഉം ആണ്. സോ P2 V2 റേസ് ടു ഗാമ ഈക്വൽ ടു P3 V3 റേസ് ടു ഗാമ എന്നുള്ള രീതിയിലായിരിക്കും ഇക്വേഷൻ വരിക. ശ്രദ്ധിക്കുക, അതാണ് ഈ കാണുന്നത്. ഇതിൽ P3 ഈക്വൽ ടു P2 ഇൻറ്റു V2/V3 ഓൾ റേസ് ടു 1.4 എന്നുള്ള രീതിയിൽ എഴുതാം. ഇതിൽ P2 നമ്മൾക്കറിയാം, അതായത് 10.5 × 10⁵. ഇനി നമുക്കറിയേണ്ടത് V2/V3. അതിനുവേണ്ടി നമുക്ക് PV ഡയഗ്രത്തിലേക്ക് പോകാം. ഈ കാണുന്ന പ്രോസസ് 2 to 3 ഇത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഇവിടെ എക്സ്പാൻഷൻ റേഷ്യോ എന്നുള്ളത് V3/V2 ആണ്. V3/V2 ഞാൻ എഴുതാം, V3/V2 ആണ് ഈ റേഷ്യോ എന്നുള്ളത്. സോ ഈ കാണുന്നത് അഡയബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ ആണ്. ഇനി ഇവിടെയായിട്ട് 4 to 1 എന്നുള്ള പ്രോസസ്സ് കാണാം, അത് അഡയബാറ്റിക് കംപ്രഷൻ ആണ്. അവിടെയുള്ള കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് V4/V1 ആണ്. സോ നമ്മളിവിടെ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് V3/V2, മറ്റൊന്ന് V4/V1. നമ്മൾ ചെയ്ത കാർനോട്ട് സൈക്കിളിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോയും അഡയബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോയും സെയിം വാല്യൂ ആണ്. അതായത് V3/V2ഉം V4/V1ഉം സെയിം വാല്യൂ തന്നെയാണ്. സോ V4/V1 ഈക്വൽ ടു 5 ആണ്. അതേപോലെ V3/V2ഉം എന്ത് തന്നെയാണ്, 5 തന്നെയാണ്. സോ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഇവിടേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V3/V2 ആണ് 5. സോ V2/V3 എന്നുള്ളത് 1/5 ആണ്, ഓൾ റേസ് ടു 1.4. അതിൽ നിന്ന് നിങ്ങൾക്ക് P3 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
സോ നമുക്ക് കിട്ടുന്നതാണ് 1.103 ഇൻറ്റു 10⁵ പാസ്കൽ. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് P4ൻ്റെ വാല്യൂ ആണ്. സോ P4 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ഐസെൻട്രോപിക് പ്രോസസ്സ് ആയിട്ടുള്ള 4:1 നമ്മൾ എടുക്കണം. സോ 4:1 പ്രോസസ്സ് എടുക്കുക. ഇതാണ് 4:1 പ്രോസസ്സ്. അവിടെയും നമ്മൾക്ക് ഈ പ്രഷറും വോളിയവും തമ്മിലുള്ള സെയിം റിലേഷൻ ഉപയോഗിക്കാം. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇതേ ഇക്വേഷൻ, പക്ഷേ ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് 4 ആണ്, ഫൈനൽ സ്റ്റേറ്റ് 1 ആണ്. സോ ഇക്വേഷൻ വരുന്നത് P4 V4 raised to 1.4 ഈക്വൽ ടു P1 V1 all raised to 1.4. അതിൽ നിന്ന് P4നുള്ള ഇക്വേഷൻ മേക്ക് ചെയ്യാം. P1 ഇൻറ്റു V1/V4 all raised to 1.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു 10⁵. ഇനിയുള്ള V1/V4 എന്നുള്ളത് 1/5 all raised to 1.4 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് അതിൽ നിന്ന് P4 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 2.206 ഇൻറ്റു 10⁵ പാസ്കൽ. സോ ഈ രീതിയിൽ നമുക്ക് ഇവിടെയുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റുകളിലെയും പ്രഷറും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.